എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആർട്ട് ഓഫ് ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊല്ലവർഷം സുമാർ 6-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ചോളരാജ്യം ഭരിച്ചിരുന്നതായിട്ടുള്ള രാജാക്കന്മാരുടെ ഭരണകാലഘട്ടത്തിൽ ഒരു ക്ഷേത്രം ഉടലെടുത്തു. അതും ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ സവിശേഷതകളുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലുള്ള ചുണ്ടേക്കാട് ഗ്രാമത്തിൽ വായിലാക്കുന്നിൽ ഭഗവതി ക്ഷേത്രം, അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ക്ഷേത്രം എന്താണെന്നും ഇതിൻ്റെ വിശേഷങ്ങളും എന്താണെന്നും നമുക്ക് ഇതിൻ്റെ അകത്തളത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഐതിഹ്യപ്രകാരം വിക്രമാദിത്യന്റെ സദസ്സിലെ മുഖ്യ പണ്ഡിതനായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണനാണ് പറയ സമുദായത്തിൽപ്പെട്ട ഭാര്യ പഞ്ചമയിലുണ്ടായ 12 മക്കളാണ് പറയിപ്പറ്റ പന്തീരുകുലം എന്നറിയപ്പെടുന്നത്. സമൂഹത്തിലെ വിവിധ ജാതി മതസ്ഥർ എടുത്തു വളർത്തിയ 12 കുട്ടികളും അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അതിവിദഗ്ധരും ദൈവജ്ഞരുമായിരുന്നുവെന്നാണ് ഐതിഹ്യ കഥകൾ പറയുന്നത്. എല്ലാവരും തുല്യരാണെന്നും സകല ജാതിമതസ്ഥരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുമുള്ള മഹത്തായ സന്ദേശമാണ് ഇവിടെ ഐതിഹ്യം നൽകുന്നത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തിലാണ് ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്ര ഗവേഷകനായ കെ ബാലകൃഷ്ണക്കുറുപ്പിന്റെ അഭിപ്രായത്തിൽ ഈ ഐതിഹ്യം പ്രചരിപ്പിക്കുന്നത് നമ്പൂതിരിമാരാണത്രേ. ചാലൂക്യരുടെ പിൻബലത്തോടെ മലബാറിലേക്ക് കുടിയേറിപ്പാർത്ത ഇവരിൽ വലിയ ഒരു വിഭാഗവും ഭൃഗുവംശജരായ അഗ്നിഹോത്രികൾ ആയിരുന്നു. തങ്ങൾ മലബാറിലെത്തുന്നതിന് മുമ്പ് വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ള ഭിന്ന സമുദായങ്ങളുമായും ഇടപഴകിയെന്നും ഇവിടെയും അത് സാധ്യമാണ് എന്ന് കാണിക്കാനും തദ്ദേശീയരുടെ എതിർപ്പിനെ തണുപ്പിക്കാനുമുള്ള ഒരു അടവായിട്ടാണ് ഇത് പ്രചരിപ്പിച്ചതെന്നും കുറിപ്പ് അഭിപ്രായപ്പെടുന്നു. ഉജ്ജയിനിയിലെ, അതായത് മധ്യപ്രദേശിലെ ഒരു സ്ഥലമാണ് ഉജ്ജയിനി. രാജാവായിരുന്ന വിക്രമാദിത്യന്റെ സദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠനായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണൻ AD 3-ാം നൂറ്റാണ്ടിലാണ് വരരുചി ജീവിച്ചിരുന്നത് എന്നാണ് വിശ്വാസം. ഒരിക്കൽ വിക്രമാദിത്യ മഹാരാജാവ് തന്റെ സദസ്സിലെ പണ്ഡിതരോടായി രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് എന്ന ചോദ്യം ചോദിച്ചു. പണ്ഡിത ശ്രേഷ്ഠനായ വരരുചിക്കും അതിനുള്ള ഉത്തരം കണ്ടെത്താനായില്ല. അദ്ദേഹം കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ഉത്തരം കണ്ടെത്താനായി യാത്ര തുടങ്ങി. വിക്രമാദിത്യൻ വരരുചിക്ക് ഉത്തരം കണ്ടെത്താൻ 41 ദിവസത്തെ അവധി നൽകി. 40-ാം ദിവസം വനത്തിലൂടെയുള്ള യാത്രാമധ്യേ അദ്ദേഹം ഒരു ആൽമരച്ചുവട്ടിലിരിക്കെ ഉറങ്ങിപ്പോയി. ഉറങ്ങുന്നതിന് മുമ്പ് വനദേവതന്മാരോട് പ്രാർത്ഥിച്ചാണ് കിടന്നത്. വരരുചിയുടെ ഭാഗ്യത്തിന് ആ ആൽമരം വനദേവതന്മാരുടെ വീടായിരുന്നു. അവിടെ അടുത്തുള്ള പറയി വീട്ടിൽ പ്രസവത്തിന് പോകാനായി കൂട്ടുകാരായ ദേവതമാർ വിളിച്ചിട്ടും പോവാതെ വരരുചിക്ക് കൂട്ടിരുന്നു. വരരുചി ഉണർന്നപ്പോഴേക്കും പ്രസവത്തിന് പോയിരുന്നവർ വന്നിരുന്ന് വനദേവതന്മാരോട് സംസാരിക്കുന്നത് കേൾക്കാനിടയായി. ആ പറയിക്കുണ്ടായ പെൺകുഞ്ഞിന്റെ ഭാവി ഭർത്താവായിരിക്കും എന്ന കൂട്ടുകാരുടെ ചോദ്യത്തിന് മാം വിദ്ധി എന്നതുപോലെ അറിയാത്ത ഈ വരരുചിയായിരിക്കും എന്നായിരുന്നു വനദേവതമാർ പറഞ്ഞത്. രാമായണം അയോധ്യാകാണ്ഡത്തിലെ രാമം ദശരഥം വിദ്ധി മാം വിദ്യ ജനകാത്മജം അയോധ്യ മടവിം വിദ്യം ഗച്ഛാ തഥാ യഥാ സുഖം എന്ന ശ്ലോകത്തെ പറ്റിയായിരുന്നു വനദേവതന്മാർ പറഞ്ഞത്. ഇത് കേട്ട് സന്തോഷിച്ച വരരുചി വിക്രമാദിത്യ സദസ്സിൽ എത്തുകയും ഈ ശ്ലോകം 8 വിധത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തു. സുമിത്ര വനവാസത്തിനു മുമ്പ് ലക്ഷ്മണനെ ഉപദേശിക്കുന്നതാണ് ഈ ശ്ലോകം. രാമനെ ദശരഥനായും സീതയെ അമ്മയായും അടവിയെ, അതായത് വനത്തെ, അയോധ്യയായും കരുതുക എന്നതാണ് ഈ വരികളുടെ അർത്ഥം.
ഇതിലെ ഏറ്റവും ശ്രേഷ്ഠമായത് സീതയെ അമ്മയെ കരുതുക എന്ന മാ ബുദ്ധി ജനകാത്മജം എന്ന വരിയാണ്. തന്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചെങ്കിലും വനദേവതമാരുടെ ഭാവി പ്രവചനം കേട്ട് പരിഭ്രാന്തനായ വരരുചി ആ പെൺകുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ പെൺകുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് രാജ്യത്തിന് ആപത്താണ് എന്ന് അദ്ദേഹം വിക്രമാദിത്യ മഹാരാജാവിനെ ധരിപ്പിച്ചു. ഈ ദുരവസ്ഥ ഒഴിവാക്കാനായി ആ പെൺകുഞ്ഞിനെ നെറ്റിയിൽ തീപ്പന്തം തറച്ച് വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ നദിയിൽ ഒഴുക്കിയാൽ മതി എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. രാജകൽപ്പന പ്രകാരം ഭടന്മാർ വരരുചിയുടെ ഇംഗിതം നടപ്പാക്കി. അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഒഴിവാക്കാൻ വരരുചി തെക്കോട്ട് സഞ്ചരിച്ച് കേരളത്തിലെത്തി. വർഷങ്ങൾ കഴിഞ്ഞ് തന്റെ യാത്രക്കിടയിൽ വരരുചി ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെത്തി. ആതിഥേയൻ അദ്ദേഹത്തെ പ്രാതലിന് ക്ഷണിക്കുകയും പ്രാതൽ കഴിക്കാൻ തീരുമാനിച്ച വരരുചി സ്നാനത്തിനായി പുറപ്പെടുകയും ചെയ്തു. കുളിക്കാൻ പോകുന്നതിന് മുമ്പായി ആ ബ്രാഹ്മണന്റെ ബുദ്ധിശക്തി ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ച വരരുചി കുറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. കുളി കഴിഞ്ഞെത്തുമ്പോൾ തനിക്ക് വീരാളിപ്പട്ട് വേണമെന്നതായിരുന്നു ഒന്നാമത്തെ ആവശ്യം. അതിനു പുറമെ താൻ കഴിക്കുന്നതിന് മുമ്പ് 100 പേർക്ക് ഭക്ഷണം നൽകണമെന്നും ഭക്ഷണത്തിന് 101 കറി ഉണ്ടാവണമെന്നും ഭക്ഷണം കഴിഞ്ഞാൽ തനിക്ക് 3 പേരെ തിന്നാൻ വേണമെന്നും അത് കഴിഞ്ഞാൽ 4 പേരെ തന്നെ ചുമക്കണമെന്നും വരരുചി ആവശ്യപ്പെട്ടു. വ്യവസ്ഥകൾ കേട്ട് സ്തബ്ധനായി നിന്ന ബ്രാഹ്മണനോട് വ്യവസ്ഥകൾ അംഗീകരിച്ചിരിക്കുന്നുവെന്നും കുള്ളി കഴിഞ്ഞെത്തുമ്പോഴേക്കും എല്ലാം തയ്യാറാക്കാം എന്നും പറയാനായി ഇത് കേട്ടു ഉള്ളിൽ നിന്നിരുന്ന അദ്ദേഹത്തിന്റെ പുത്രി പഞ്ചമി ആവശ്യപ്പെട്ടു. വളരെ ബുദ്ധിമതിയായ പഞ്ചമിക്ക് വരരുചിയുടെ ആവശ്യങ്ങളുടെ പൊരുൾ മനസ്സിലായിരുന്നു. വീരാളിപ്പട്ടു വേണമെന്നും പറഞ്ഞതിന്റെ സാരം ചിന്തൽ കോണകം വേണമെന്നാണ്. 100 പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് പറഞ്ഞതിന്റെ സാരം അദ്ദേഹത്തിന് വൈശ്വദേവം കഴിക്കണമെന്നായിരുന്നു. വൈശ്യം കൊണ്ടു 100 ദേവതന്മാരുടെ പ്രീതി ഉണ്ടാകുന്നതിനാലാണ് അതങ്ങനെ പറഞ്ഞത്. പിന്നെ 108 കൂട്ടാൻ പറഞ്ഞതിന്റെ സാരം ഇഞ്ചിത്തൈര് വേണമെന്നാണ്. ഇഞ്ചിത്തൈരുണ്ടായാൽ 108 കൂട്ടം കൂട്ടാന്റെ ഫലമുണ്ടെന്നാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് 3 പേരെ തിന്നണമെന്ന് പറഞ്ഞതിന്റെ സാരം വെറ്റില, അടയ്ക്ക, ചുണ്ണാമ്പ് എന്നിവ കൂട്ടി മുറുക്കണമെന്നാണ്. പിന്നെ അദ്ദേഹത്തെ 4 പേരെ ചുമക്കണമെന്നും പറഞ്ഞതിന്റെ സാരം ഊണ് കഴിഞ്ഞാൽ കുറച്ച് കിടക്കണം, അതിനൊരു കട്ടിൽ വേണം എന്നാണെന്നും പഞ്ചമി അച്ഛന് വിവരിച്ചു കൊടുത്തു. പഞ്ചമിയുടെ ബുദ്ധി സാമർത്ഥ്യത്തിൽ ആകൃഷ്ടനായ വരരുചി അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും പഞ്ചമിയുടെ പിതാവ് ആ ആഗ്രഹം നടത്തി കൊടുക്കുകയും ചെയ്തു. നാളുകൾക്ക് ശേഷം വരരുചി തന്റെ ഭാര്യയുടെ നെറ്റിയിൽ ഒരു മുറിവിന്റെ പാട് കാണാനിടയായി. അതിന്റെ പിന്നാലെ കഥയെപ്പറ്റി ചോദിച്ച വരരുചിക്ക് പഞ്ചമി ആ ബ്രാഹ്മണന്റെ സ്വന്തം പുത്രിയല്ലെന്നും അവളെ അദ്ദേഹം എടുത്തു വളർത്തിയതാണെന്നും മനസ്സിലായി. അപ്പോൾ വരരുചി പഴയ കഥകൾ ഓർമ്മിക്കുകയും വനദേവതമാരുടെ പ്രവചനം ശരിയായി എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. സ്വന്തമായി സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച വരരുചി താൻ ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി പത്നിയോടൊത്ത് തീർത്ഥയാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ഈ തീർത്ഥയാത്രയ്ക്കിടയിൽ വരരുചിയുടെ ഭാര്യ ഗർഭിണിയാകുകയും ഒരു കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞ വരരുചി കുട്ടിക്ക് വായ ഉണ്ടോ എന്ന് ചോദിക്കുകയും പഞ്ചമി ഉണ്ട് എന്ന് മറുപടി പറയുകയും ചെയ്തു. എന്നാൽ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചു പോകാം എന്നായിരുന്നു വരരുചിയുടെ നിർദ്ദേശം. തന്റെ ആദ്യ ശിശുവിനെ ഉപേക്ഷിക്കാൻ മടിച്ചു നിന്ന ഭാര്യയോട് വായ കീറിയ ഈശ്വരൻ വായിക്ക് ഇരയും കൽപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. യാത്രയിൽ വരരുചിക്കും പത്നിക്കുമായി വീണ്ടും കുട്ടികൾ ജനിച്ചു. ഇതേ പ്രവൃത്തി അവരുടെ 11ാമത്തെ കുട്ടിയുടെ കാര്യത്തിൽ വരെ ആവർത്തിക്കപ്പെട്ടു. അതിനാൽ ഇനിയുള്ള കുട്ടിയെ നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹത്തിൽ കുട്ടിക്ക് വായുണ്ടോ എന്ന ചോദ്യത്തിന് ആ അമ്മ ഇല്ല എന്ന് മറുപടി നൽകി. എന്നാൽ കുട്ടിയെ എടുത്തോളൂ എന്ന് വരരുചി നിർദ്ദേശിച്ചു. വരരുചിയുടെ പത്നിയുടെ പാതിവൃത്യത്തിന്റെ ശക്തിയാൽ അത്ഭുതകരമായി ആ കുട്ടിയുടെ വായ അപ്രത്യക്ഷമായി. ആ ശിശുവിനെ വരരുചി ഒരു മലയുടെ മുകളിൽ പ്രതിഷ്ഠിക്കുകയും അവൻ പിന്നീട് വായില കുന്നിലപ്പൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു.
ഈ സന്തതി പരമ്പരയിലെ ബാക്കി 11 കുട്ടികളെയും സമൂഹത്തിൽ പല തട്ടുകളായി വ്യക്തികൾ എടുത്തു വളർത്തി. ബ്രാഹ്മണനായ വരരുചിക്കും പറയ സമുദായത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ പഞ്ചമിക്കും ജനിച്ച സന്തതി പരമ്പരയാണ് പറയപ്പെട്ട പന്തീരുകുലം എന്ന് അറിയപ്പെടുന്നു. ഈ പറയപ്പെട്ട പന്തീരുകുലത്തിലെ മക്കൾ ആരൊക്കെയാണെന്നറിയാമോ? 1 മേഴത്തോൾ അഗ്നിഹോത്രി, 2 പാക്കനാർ, രജകൻ, കരക്കലമ്മ അകവൂർ ചാത്തൻ, വടുതല നായർ, വള്ളോൻ തിരുവള്ളൂർ എന്ന് പറയുന്നു, ഉപ്പുകൂറ്റൻ, പാണനാർ, ഉളിയന്നൂർ പെരുന്തച്ചൻ, വായില കുന്നിലപ്പൻ, നാരായണത്ത് ഭ്രാന്തൻ എന്നിവയാണ് ഈ 12 കുലത്തിലെ ആളുകളുടെ പേരുകൾ. പറയപ്പെട്ട പന്തിരുകുലത്തിലെ ആദ്യ സന്തതിയാണ് മേഴത്തോൾ അഗ്നിഹോത്രി. മേഴത്തോൾ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് മേളത്തോൾ പാലക്കാട്ടെ തൃത്താലയിലുള്ള വോമഞ്ചേരി മനയിൽ ഒരു അന്തർജനം നമ്പൂതിരി സ്ത്രീയാണ്. നിള തീരത്തു നിന്നും എടുത്തു വളർത്തിയ കുട്ടിയാണ് പിന്നീട് 99 അഗ്നിഹോത്രങ്ങൾ ചെയ്ത് അഗ്നിഹോത്രി എന്ന പദവി നേടിയത് എന്ന് കരുതപ്പെടുന്നു. പിന്നീട് പാക്കനാർ. ഈ കുലത്തിൽ 2ാമനായ പാക്കനാരെ പറയ സമുദായത്തിൽപ്പെട്ട മാതാപിതാക്കളാണ് എടുത്തു വളർത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. തൃത്താലയിലെ മേഴത്തോൾ അഗ്നിഹോത്രിയുടെ തറവാടായ വേമഞ്ചേരി മനയിൽ നിന്ന് ഒരു വെളിപ്പാട് അകലെയാണ് പാക്കനാർ കോളനി അഥവാ ഈരാറ്റിങ്കൽ പറയ കോളനി. വരരുചിയാൽ ഉപേക്ഷിക്കപ്പെട്ട അടുത്ത ശിശുവിനെ നിള തീർത്ത് താമസിച്ചിരുന്ന ഒരു അലക്കുകാരനാണ് എടുത്തു വളർത്തിയതെന്ന് കരുതപ്പെടുന്നു. 5 പെൺമക്കളും മാത്രമുണ്ടായിരുന്ന ആ അലക്കാരൻ തനിക്ക് ലഭിച്ച ആൺകുട്ടിയെ സന്തോഷത്തോടെ സ്വീകരിച്ച് രജകൻ എന്ന് നാമകരണം ചെയ്ത് വളർത്തി എന്നാണ് ഐതിഹ്യം. വള്ളോൻ. പറയപ്പെട്ട പന്തിരുകുലത്തിലെ 4ാമത്തെ അംഗമായിരുന്നു വള്ളോൻ. വള്ളോനെ വളർത്തിയത് വള്ളക്കാരനായ കാട്ടുമാടനായിരുന്നു എന്ന് പറയപ്പെടുന്നു. നാരായണത്ത് ഭ്രാന്തൻ. നിളയുടെ കൈവഴിയായ തൂതപ്പുഴയുടെ തീരത്ത് ചത്തലൂർ ഉണ്ടായിരുന്ന അഥവാ ഉള്ള നാരായണമംഗലത്ത് മനയിലാണ് ഈ കുലത്തിലെ അടുത്ത സന്തതിയെ ലഭിക്കുന്നത്. ബ്രാഹ്മണരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ പൊതുവെ വൈവസ്യമുണ്ടായിരുന്നവനായ ഈ കുട്ടിയിൽ ഭ്രാന്തിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. കവളപ്പാറ രാജവംശജാണ് പറയപ്പെട്ട പന്തിരുകുലത്തിലെ ഏക സ്ത്രീ. ജന്മരായ കാരക്കലമ്മയുടെ പിന്മുറക്കാരെന്ന് കരുതി വരുന്നു. മേഴത്തോൾ മനയുമായി ഈ രാജവംശം പുല ആചരിക്കാറുണ്ട് എന്നതും ഇതിനൊരു തെളിവാണ്. കാരക്കലമ്മ. ആലുവയിലെ വെള്ളാരപ്പള്ളിയിലെ അകവൂർ മനയിലെ കാര്യസ്ഥനായിരുന്ന അകവൂർ ചാത്തനെ എടുത്തു വളർത്തിയത് ചെറുമ വിഭാഗത്തിൽപ്പെടുന്നവരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വളരെയേറെ സിദ്ധികളുണ്ടായിരുന്ന അകവർ ചാത്തനെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. പറയപ്പെട്ട പന്തിരുകുലത്തിലെ 8ാമത്തെ ആളാണ് പാണനാർ. പാണനാരെ ഒരു ധൈര്യനായ പാണനാണ് എടുത്തു വളർത്തിയത്. പാണനാർക്ക് ശിവപാർവതിയുടെ അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വടുതല നായർ ആയോധന കലകളിൽ പ്രാവീണ്യമുള്ളവരായിരുന്നുവെന്നും ഇപ്പോഴത്തെ തൃത്താലയിലുള്ള കുണ്ടൂലി നായർ കുടുംബത്തിൽ പെട്ടവരാണ് അദ്ദേഹത്തിനെ എടുത്തു വളർത്തിയതെന്നാണ് പരക്കെയുള്ള വിശ്വാസം. വരരുചിയുടെ തീർത്ഥ യാത്രക്കിടയിൽ പൊന്നാനിയിൽ വച്ചാണ് ഉപ്പുകൂറ്റൻ ജനിച്ചെന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തെ എടുത്തു വളർത്തിയത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മാതാപിതാക്കളാണെന്നാണ് കരുതപ്പെടുന്നത്. ഉളിയന്നൂരിലെ ഒരു തച്ചൻ മരപ്പണിക്കാരൻ എടുത്തു വളർത്തിയ ഈ പരമ്പരയിലെ പുത്രനായിരുന്നു അച്ചുശാസ്ത്രത്തിലെ അതിവിദഗ്ധനായിരുന്ന ഉളിയന്നൂർ പെരുന്തച്ചൻ എന്നാണ് ഐതിഹ്യം. കേരളത്തിലെ പല പ്രമുഖ ക്ഷേത്രങ്ങളിലും അദ്ദേഹം നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഒരു ഉദാഹരണം മാത്രം. വായില്ലാത്തവനായി തീർന്ന ഈ പുത്രനെ വരരുചി ഒരു മലമുകളിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. വായില കുന്നിലപ്പൻ എന്നറിയപ്പെടുന്ന ഈ അംഗത്തെ ശബ്ദത്തിന്റെയും സംസാരശേഷിയുടെയും ദേവനായും കരുതപ്പെടുന്നു. പന്തിരുകുലത്തിലെ പിന്മുറക്കാർ ഇല്ലാത്തത് വായില കുന്നിലപ്പൻ മാത്രമാണ്. പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം എന്ന ഗ്രാമത്തിൽ വായിലാങ്കുന്നിൽ ക്ഷേത്രത്തിലാണ് വായില കുന്നിലപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്.
ജില്ലയിലെ ചുണ്ടക്കാട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള വായിലക്കുന്നിൽ ഭഗവതി ക്ഷേത്രം കണ്ടു. എല്ലാവർക്കും അവിടുത്തെ ചരിത്രവും അവിടുത്തെ വിശേഷങ്ങളും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടത് സന്തോഷമായെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഇടുന്ന വീഡിയോ അല്ലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓണാക്കിയിട്ടാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ പറയാനുണ്ടെങ്കിൽ, അതായത് ഇപ്പോഴുള്ള വീഡിയോയും കഴിഞ്ഞ വീഡിയോയും അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സജഷൻ പറയാനുണ്ടോ, നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് അത് രേഖപ്പെടുത്തുക. പിന്നെ പുതിയ വീഡിയോകൾ എന്തെങ്കിലും ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഞാനത് ചെയ്യാൻ എന്നിൽ കഴിയുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കാം. നിങ്ങൾ ഈ ക്ഷേത്രം വീഡിയോ മാത്രമായിട്ട് കാണാൻ ശ്രമിക്കരുത്. കൂടാതെ നിങ്ങൾ ഈ ക്ഷേത്രം പോയി കാണുകയും അവിടുത്തെ ആ ഒരു സാഹചര്യവും നിങ്ങളും കൂടെ അനുഭവിക്കണം. എത്ര പൗത്രപരമായിട്ടുള്ള സ്ഥലമാണെന്നറിയാമോ? ഒരു പ്രത്യേകതരം എനർജിയാണ് അവിടെ ഉള്ളത്. ഞാൻ അനുഭവിച്ചതുമാണ്. നിങ്ങളവിടെ പോവുക. ഇത് ഈ അമ്പലത്തിൻ്റെ പ്രമോഷനും കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പോയി അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നു. അത്രമാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് മുൻപിലും ഒന്ന് എത്തിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നതെന്നല്ല. പിന്നെ ഇനിയും കുറേയധികം എപ്പിസോഡുകൾ വരാൻ കിടക്കുന്നു. ഇനി പുതിയൊരു പ്രോഗ്രാം തന്നെ എൻ്റെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു 5 തരത്തിലുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. അതെന്തായാലും ഒരു സസ്പെൻസാണ്. അതിനെല്ലാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഉപകരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉപകരിക്കുന്നു വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ സന്തോഷകരമായിട്ട് പോകാൻ പറ്റും, അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാമാണ് എന്നിൽ കഴിയാവുന്ന സഹായം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ കൂടെ അത് നിങ്ങളിലേക്ക് എത്തിക്കാനും ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നുണ്ട് മഹേഷ് ഭായ്.